അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൗബാൻ റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചു, അയ്യുൽ മാലി നത്തഖിദ്, നമ്മൾ എന്ത് മുതലാണ് ഒരുക്കേണ്ടത്? അതിന് തങ്ങൾ നൽകിയ മറുപടി, ഒന്ന് കൽബൻ ഷാക്കിറ, അത് നമ്മൾ പറഞ്ഞല്ലോ. രണ്ടാമത്തേത് വലിസാനൻ ദാഖിറ, ദിക്ർ ചൊല്ലുന്ന നാവ്. അല്ലാഹു തആലാക്ക് ദിക്ർ ചൊല്ലുന്ന ദാഖിരീങ്ങളായ ആളുകളായി നമ്മൾ മാറുക. അല്ലാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ നാവ്. ദിക്ർ ചൊല്ലാനായി നാവിനെ ശീലിപ്പിക്കുക. എന്തുമാത്രം ദിക്റുകൾ ഒരു ദിവസം നമുക്ക് പ്രത്യേകം ചൊല്ലാനുണ്ട്. രാവിലെ ഉണർന്നത് മുതൽ, അതുപോലെ തന്നെ ടോയ്ലറ്റിലേക്ക് കടന്നത് മുതൽ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ദിക്റുകളുണ്ട്. പക്ഷെ ഇതൊക്കെ പഠിക്കുക എന്നതല്ലാതെ ചെയ്യുന്നവർ കുറവാണ്. ദിക്റുകൾ ജീവിതത്തിന്റെ ഭാഗമാകണം. വലിസാനൻ ദാഖിറ, ദിക്ർ ചൊല്ലുന്ന നാവ്. അത് ജീവിതത്തിൽ ഒരു മനുഷ്യൻ ഉണ്ടാക്കേണ്ട സമ്പാദ്യം അതാണ്. ഞാൻ മരിച്ചു പോകുന്നതിന് മുമ്പ് ഏക്കറുകൾ സമ്പാദിച്ചോ, അതല്ലെങ്കിൽ വാഹനങ്ങൾ മേടിച്ചു കൂട്ടിയോ, ഇതൊന്നും അല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വാങ്ങണ്ട എന്നല്ല, വേണം, ആവശ്യത്തിനൊക്കെ അതൊക്കെ വേണം, അനാവശ്യമാകരുതെന്ന് മാത്രം. പക്ഷെ കാര്യമായിട്ട് ഉണ്ടാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഒന്ന് നന്ദിയുള്ള ഹൃദയവും മറ്റൊന്ന് ദിക്ർ ചൊല്ലുന്ന നാവുമാണ്. ദിക്ർ ചൊല്ലുന്ന നാവ്. ഇത് കേൾക്കുന്ന നിങ്ങൾ, ഞാൻ അതുള്ളവരാണോ? നമ്മുടെ നാവ് ദിക്റിലാണോ കൂടുതലുള്ളത് എന്നത് പരിശോധിക്കുകയും ദിക്റിനെ ശീലിപ്പിക്കുക. ഒരു നിശ്ചിത എണ്ണം കൃത്യമായി ഞാൻ ദിവസം ചൊല്ലിത്തീർക്കുമെന്ന് കരുതുക. അങ്ങനെ എളുപ്പമുള്ളത്, നമുക്കിഷ്ടപ്പെടുന്നത്, സൗകര്യപ്രദമായ ദിക്റുകൾ ജീവിതത്തിന്റെ ഭാഗമാക്കിയിട്ട് മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നേരം പുലർന്നത് മുതൽ വൈകുന്നത് വരെ, ഉറങ്ങുന്നത് വരെ ദിക്റുകൾ, അവന് സുന്നത്തുള്ള ദിക്റുകൾ. അങ്ങനെ ദിക്റുകൾ ദായിമാക്കി കൂടുതൽ ദിക്ർ ചൊല്ലി ദാഖിരീങ്ങളാവാൻ ശ്രമിക്കുക. അതാണത്രേ ഈ ദുനിയാവിൽ ഒരു വിശ്വാസിയുടെ സമ്പാദ്യമായി ഉണ്ടാവേണ്ടത്. സത്യത്തിൽ ഒരുപാട് സ്വത്ത് മുതലുകൾ ഉണ്ടാക്കേണ്ടത് കയ്യിലില്ലാതെ നഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ ജീവിതം വ്യഥയായി പോകുന്ന ഒരവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വലിസാനൻ ദാഖിറ, ദിക്ർ ചൊല്ലുന്ന നാവ് നിങ്ങൾ സമ്പാദിക്കണം. അതാണ് നിങ്ങളുടെ പാരത്രിക ലോകത്തേക്കുള്ള സമ്പാദ്യം. അതാണ്. അല്ലാഹു അങ്ങനെയുള്ള ആ മഹാഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.